അമേരിക്കയിൽ ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും നേതൃത്വത്തിൽ സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടമായി പിരിച്ചുവിടുന്നത് മുതലെടുത്ത് ചൈനീസ് ഇന്റലിജൻസ്. ഇത് സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് രാജ്യാന്തര വാർത്താ ഏജന്റായ റോയിട്ടേഴ്സ് പുറത്തുവിട്ടത്. ജോലി ഒഴിവുകൾ സംബന്ധിച്ച വ്യാജ പരസ്യങ്ങളുടെയും കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളുടെയും കടലാസ് കമ്പനികളുടെയും ചൈനീസ് ഇന്റലിജൻസുമായി ബന്ധമുള്ള ശൃംഖല പ്രവർത്തിക്കുന്നുവെന്ന് വിവരം. ഇതുമായി ബന്ധപ്പെടുന്നവർ പോലും അറിയാതെ നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. സൈബർ സെക്യൂരിറ്റി ഗവേഷകർ ഇക്കാര്യം കണ്ടെത്തിയെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെയാണ് ട്രംപ് അധികാരമേറ്റത് മുതൽ ജോലി നഷ്ടമായത്. ട്രംപിന്റെ വിശ്വസ്തതയും ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഡോജ് ആണ് ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തി ജോലിയിൽ നിന്നും ഒഴിവാക്കിയത്. ഇതിൽ പലരും ദേശീയ സുരക്ഷ, സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക മേഖലകളിൽ പ്രവർത്തിച്ചവരാണ്. റോയിട്ടേഴ്സിന്റെ കണ്ടെത്തൽ അനുസരിച്ച് കാര്യങ്ങൾ ലളിതമാണ്. ജോലി പോയാൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തുക. ലിങ്ക്ഡ് ഇൻ പോലുള്ള തൊഴിൽ സ്പെഷ്യലൈസേഷനുകളുള്ള വെബ്സൈറ്റുകൾ വഴിയാണ് ആളുകളെ കണ്ടെത്തുന്നത്. എന്നാൽ ഇവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടി ഉള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചാണ് ചൈന കാര്യങ്ങൾ നീക്കുന്നത്. ഈ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എന്നതിൽ തെളിവുകളുണ്ട്. സൈബർ ചാരവൃത്തിയായി ബന്ധപ്പെട്ടുള്ള പരന്നു കിടക്കുന്ന ശൃംഖലയിൽ നിന്നും 8 ചൈനീസ് പൗരന്മാരെ കണ്ടെത്തി കേസെടുത്തു. FBI മുന്നറിയിപ്പ് അനുസരിച്ച് ഏറ്റവും ചെറിയ ഭാഗം മാത്രമാണ് കണ്ടെത്തിയത്. ചൈനയുടെ ദേശീയ നയത്തിന് അനുസരിച്ചും ബീജിംഗിൽ നിന്നുള്ള ഓപ്പറേഷനുകൾ കൂടുതൽ ശക്തവും ഘടനാപരവുമായി മാറും. മാൽവെയറുകളോ റാൻസം സോഫ്റ്റ്വെയർ ആക്രമണങ്ങളോ ആകില്ല, മറിച്ച് അമേരിക്കൻ ഏജൻസികളിൽ നിന്നുള്ള യഥാർത്ഥ സോഴ്സുകളിൽ നിന്നുള്ള കുഴിച്ചെടുക്കലോ ഏറ്റവും മാരകമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഡോജിന്റെ സമീപകാല കൂട്ടപ്പിരിച്ചുവിടലിലൂടെ ചൈനയ്ക്കും അമേരിക്കയും സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയ പുതിയ ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നും വിവരം ചോർത്താൻ വ്യാജ തൊഴിലാളികൾ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് ആദ്യമല്ല. ചൈന എന്നതുപോലെ റഷ്യക്കെതിരെയും അമേരിക്ക ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലുകളിലും ഡാർക്ക് വെബ് ഫോറങ്ങളിലും ഇത്തരം വീഡിയോകൾ വരെ അമേരിക്ക അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൈനയുടെ നീക്കം ഇപ്പോൾ ഏറ്റവും ഫലപ്രദമാണെന്നും കരുതുന്നത്. ബീജിംഗിലും മോസ്കോയിലും ഒക്കെ FBI ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുള്ള ഹോർഡൻ റിപ്ലറ്റ് പറയുന്നത് അനുസരിച്ച് ഈ സാഹചര്യം എന്ന് തൊഴിൽ ദാതാക്കളുടെ സ്വപ്നം എന്നതാണ്. നിർണായക വിവരങ്ങളിൽ സ്വാധീനമുള്ള പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ നിരാശരായ ആളുകളാണ് ഇവരുടെ ലക്ഷ്യം. ട്രംപ് വെറും ചവറല്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്നവരിൽ പലരും ഇന്റലിജൻസിലും പ്രതിരോധ രംഗത്തും സൈബർ സെക്യൂരിറ്റിയിലും പ്രവർത്തിക്കുന്നവരാണ്. എന്തിന് അമേരിക്കൻ ചാരസംഘരായ CIA, ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് അതായത് DNI എന്നിവയിൽ പോലും പ്രവർത്തിച്ചു പോരുന്ന ആളുകളായിരുന്നു. ഓരോ ഏജൻസികളുടെയും പുനഃസംഘടന വരുമ്പോൾ പുറത്താക്കപ്പെടുന്നുവെന്നും കരുതുകയും നിരവധി പേരാണ് ഉള്ളത്. ഇപ്പോഴും ഇത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് വിദേശ ഏജൻസികളിൽ നിന്നുള്ള പരസ്യങ്ങളും മുന്നറിയിപ്പും നൽകുന്നത്. വിദേശത്തു നിന്നുള്ളവർ സമീപിക്കുമെന്നും മനസ്സിലാക്കി സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മുന്നറിയിപ്പ് നൽകുന്ന സ്റ്റാൻഡേർഡ് എക്സിറ്റ് ബ്രീഫിംഗ് പോലും നൽകിയിട്ടില്ലെന്നും പറയുന്നു. ഏറ്റവും വിശ്വസ്തയോഗ്യമായ കമ്പനികളിലൂടെയാണ് ചൈന ഇത്തരക്കാരെ സമീപിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വലിയ ഭാവനയൊന്നും ആവശ്യമില്ലെന്നും ഒരു ഉദ്യോഗസ്ഥൻ വാർത്താ ചാനലിൽ പറയുകയുണ്ടായി. അടുത്തിടെ റോയിട്ടേഴ്സിന്റെ സൈബർ ഗവേഷകനായ മസ്ക് ലെസറും ഇത്തരം പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചറിയൽ നടത്തിയിട്ടുണ്ട്. ചില കൺസൾട്ടിംഗ് കമ്പനികൾക്കും നിഗൂഢമായ സീമാവോ ഇന്റലിജൻസ് എന്ന സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തി. ഇവർ അമേരിക്കൻ സർക്കാർ ജീവനക്കാരെ സജീവമായി ജോലിക്ക് എടുക്കുന്നു എന്നും കണ്ടെത്തി. പല കമ്പനികളുടെയും വിലാസം തപ്പിപ്പോയപ്പോൾ ഒന്നും ലഭിച്ചില്ല. എറിക് വിൽ എന്നീ ചൈനീസ് കൺസൾട്ടിംഗ് നിന്നും തൊഴിൽ സംബന്ധമായ പരസ്യം പ്രസിദ്ധീകരിച്ചതിന് ആയിരക്കണക്കിന് ഡോളർ ലഭിച്ചെന്ന് ഒരാൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്കൊപ്പം റഷ്യയും സർക്കാർ ജീവനക്കാരെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ലിങ്ക്ഡ് ഇൻ, ടിക്ടോക്ക്, റെഡിറ്റ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളുടേതായും പരസ്യം. ആദ്യം ഇവരുടെ പ്രാഥമിക വിവരങ്ങളും പിന്നീട് ആഴത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കും. 2020 ഇത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എഴുതി വാങ്ങിയ സിംഗപ്പൂർ പൗരൻ എന്ന അമേരിക്കൻ കോടതി ചൈനീസ് ചാരൻ എന്നും കണ്ടെത്തി ശിക്ഷിച്ചിരുന്നു. ചൈന കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാങ്കേതിക രംഗത്ത് വൻ മുന്നേറ്റമാണ് നടത്തിയത്. ചൈനയുടെ വിദേശ ഇന്റലിജൻസ് വിങ്സ് ആയ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയുടെ അമേരിക്കൻ 9 ടെലഗ്രാം കമ്പനികളിലാണ് നുഴഞ്ഞു കയറിയത്. വേൾഡ് ടൈഫ്യൂൺ എന്ന
PLA ബന്ധമുള്ള സംഘം പവർ പ്ലാന്റുകളുടെയും തുറമുഖങ്ങളുടെയും വാട്ടർ ഫെസിലിറ്റികളിലും നുഴഞ്ഞു കയറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ അമേരിക്കൻ കമ്പനികളിൽ നിന്നും റെയ്ഡ് രഹസ്യങ്ങളും ബിസിനസ് തന്ത്രങ്ങളും ചൈനീസ് ഹാക്കർമാർ തട്ടിയെടുത്തിരിക്കുന്നു. ഇപ്പോൾ വ്യാജ തൊഴിൽ പരസ്യങ്ങളിലൂടെ ഫെഡറൽ ജീവനക്കാരെ വിശദീകരിച്ചും ഹ്യൂമൻ ഇന്റലിജൻസ് വളർത്തിയെടുക്കുന്നുണ്ട്. ചൈന ഒരിക്കൽ പോലും കാഞ്ചിവലിക്കാതെയാണ് യുദ്ധം നടത്തുന്നത് എന്നതിന്റെ ഉദാഹരണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുറമെ MSAയുമായി ബന്ധമുള്ള ഐസൂൺ സൈബർ ടാലന്റുകളുടെയും ഹോട്ട് ബെൻ ആണ്. ഇവർ ഇടയ്ക്ക് നടത്തുന്ന ഹാക്കിംഗ് കൺസൾട്ടൻസികളും പ്രശസ്തമാണ്. സൈബർ ഒളിമ്പിക്സ് എന്ന ചെല്ലപ്പേരിട്ടാണ് വിളിക്കുന്നതെന്നും വിജയിക്കുന്നവർക്ക് സർക്കാർ സംവിധാനത്തിലൂടെ ലൂപ്പ് ഹോളുകളാണ് ചൈനയ്ക്കായി കണ്ടെത്തി കൊടുക്കുന്നത്. ഇന്ത്യൻ ഇമിഗ്രേഷൻ സംവിധാനത്തിലൂടെ നേപ്പാളിലെ പ്രസിഡൻഷ്യൽ പാലസിലും തായ്വാൻ മപ്പിംഗ് ഡയറ്റയിലും എന്തിനാണ് തായ് ഇന്റലിജൻസിലുമുള്ള ഐസ് സലൂൺ നുഴഞ്ഞുകയറ്റത്തിനെ കുറിച്ച് അടുത്തിടെ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ശക്തമായ മുന്നൊരുക്കങ്ങൾ വേണമെന്ന് CIA അടക്കമുള്ള ഏജൻസികൾ സർക്കാരിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.